എപ്പോൾ ചോറും കൂട്ടാനൊന്നുമില്ലേ? ഹലോ, ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ പോകുന്നത് വളരെ ടേസ്റ്റോട് കൂടിയിട്ടുള്ള മസാലപ്പൂരി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ പൂരിക്ക് കുഴക്കണ മാതിരി ഗോതമ്പ് പൊടി, വെള്ളവും ഉപ്പും ചേർത്ത് ഗോതമ്പ് പൊടിയുടെ കൂടെ 2 സ്പൂൺ റവയും 1 സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് തയ്യാറാക്കിയതാണ് ഈ പൂരി. ഗോതമ്പ് പൊടി, അരിപ്പൊടി, റവയും ചേർത്ത് തയ്യാറാക്കിയതാണ് ഈ പൂരി. നമ്മൾ പാനിപ്പൂരിയുടെ പൂരി വാങ്ങിക്കാറുണ്ടാവും, അതേ ക്വാളിറ്റിയാണ്, പക്ഷെ അതിനൊക്കെ കുറച്ച് വലിപ്പത്തിലാണ് തയ്യാറാക്കുന്നത്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മസാലപ്പൂരി. അതിനുവേണ്ടി തയ്യാറാക്കിയ മസാലയാണ്. ആ മസാലയിൽ നമ്മൾ ചേർത്തത് ഉള്ളി, സവാള, ടൊമാറ്റോ, ഇഞ്ചി, വെളുത്തുള്ളി, പുതിന, മല്ലിയില, പെരിഞ്ജീരകം, അതെല്ലാം നന്നായിട്ട്, പിന്നെ അതിലൂടെ കുറച്ച് പൊട്ടുകടലയും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് രൂപേണ അരച്ച് കുറച്ച് എണ്ണയിൽ ഒഴിച്ച്, ഇത് ഈ മസാലയാണത്. ഇനി ഇത് പട്ടാണി കടലയും പൊട്ടറ്റയും നന്നായിട്ട് വേവിച്ച് റെഡിയാക്കി വെച്ചാണത്. നന്നായി തിളച്ച് അതൊന്ന് ഗ്രേവി ഒന്ന് ടൈറ്റാണ് വരെ കുറച്ച് നേരം അടുപ്പത്ത് വെച്ച് റെഡിയാക്കണം. നമ്മൾ നേരത്തെ പൊട്ട് എടുത്തൊക്കെ ആറി ഇതേമാതിരി നന്നായി വേവിച്ച് വയ്ക്കണം. പൂരി തയ്യാറാക്കി വെച്ചത്.
ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യാം. ഇതേമാതിരി സവാളയും ചെറുതാക്കി കട്ട് ചെയ്യാം. വെള്ളം കുറച്ചൊക്കെ വറ്റി. ഇനി ഇതിനെ ഒന്നും കൂടി വെള്ളമൊക്കെ വറ്റിച്ച് അപ്പോഴേക്കും ഇതിലുള്ള എല്ലാതും നന്നായിട്ട് വേവും. ഇതിന് പച്ചച്ചവ പൂവും ചെയ്യും. നന്നായിട്ട് അധികം എണ്ണയുടെ ആവശ്യമില്ല. എണ്ണ പോയി ചിലവർക്കൊന്നും ഇപ്പോൾ എണ്ണയുടെ ആവശ്യം അധികം ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു ലേശം ഒരു സ്പൂൺ എണ്ണയുടെ ആവശ്യമുള്ളൂ. പിന്നെ ഇത് വെള്ളമൊക്കെ വറ്റി പച്ചമണമൊക്കെ പോയി വെള്ളമൊക്കെ വറ്റി ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച പട്ടാണിയുടെയും പൊട്ടറ്റോൻ്റെയും ഗ്രേവി ഇതിൽ ഒഴിക്കണം. ഇത് ഗാർണിഷ് ചെയ്യാനുള്ളത്. സവാള ചെറുതായിട്ട് കട്ട് ചെയ്യാം. വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആവുന്നുണ്ട്. കുറച്ചും കൂടി ഉള്ളു. അതിൻ്റെ പച്ചമണമൊക്കെ പോയി നല്ല സ്മെല്ല്. ഇത് മസാല കാണിച്ചു തരാം. ഇത്ര വെന്ത് ടേസ്റ്റ് വരെ മതിയുണ്ട്. നല്ലോണം വന്നിട്ടുണ്ട്. മസാല എല്ലാം റെഡി ആയതിനു ശേഷം ഉപ്പിട്ടോ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കും. കുക്കർ കഴുകി കുറച്ച് വെള്ളം ചേർക്കാം. ഇതെന്ന് വെച്ചാൽ ആറിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കട്ടയാവും. അതിനാണ് കുറച്ചും കൂടി വെള്ളം ചേർക്കണം. കുക്കർ കഴുകിയ വെള്ളം കുറച്ച് ചേർക്കാം. അതിലേക്ക് കുറേശ്ശെ മസാലകൾ ചേർക്കാണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എല്ലാം കുറേശ്ശെ കുറേശ്ശെ, മല്ലിപ്പൊടി, മുളക് പൊടി ഒരു ടീസ്പൂൺ മതി, ജീര പൗഡർ, ചാറ്റ് മസാല പൗഡർ, നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പിൻ്റെ അളവ് നോക്കണ്ടേ? ടേസ്റ്റ് ചെയ്ത് ഉപ്പുണ്ടോ നോക്കാം. കുറച്ചുകൂടി വേണം. ഒരു ലേശം ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്.
മസാലപ്പൂരി. ഇവിടുത്തെ ഫേവറേറ്റ് ഡിഷ്. എല്ലാ മസാലയൊക്കെ ഇട്ടത് എല്ലാറ്റിലും പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം തിളപ്പിക്കുക. നമ്മുടെ റോഡ് സൈഡിലൊക്കെ നാട് വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവിടെയും ഉണ്ടാകും പാനിപ്പൂരി, മസാലപ്പൂരി. ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉണ്ടാക്കാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടം ഉണ്ടാവുമെന്ന് അറിയാം, അതുകൊണ്ടാണ്. ഇപ്പോൾ വീട്ടിലുള്ള ഭക്ഷണങ്ങളൊക്കെ, സാധാരണ ഭക്ഷണങ്ങളൊക്കെ എല്ലാവർക്കും കഴിച്ച് മതിയായിട്ടുണ്ടാവും. അപ്പം ഒരു വെറൈറ്റി ആയിട്ട് തയ്യാറാക്കാം. കറക്റ്റായി. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, കറക്റ്റായിട്ടുണ്ട്. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഓഫ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാനുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് റെഡി. മസാലപ്പൂരി സെറ്റ് ചെയ്യുക അങ്ങനെ. പൂരിനെ നന്നായി പൊടിച്ച് ഇരുപതിലാക്കുക. ഇപ്പോൾ പുതിയ തലമുറക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണിത്, മസാലപ്പൂരി. പാനിപ്പൂരി, മസാലപ്പൂരി, അങ്ങനത്തെ ഐറ്റംസൊക്കെ. ഓനിയൻ, ക്യാരറ്റ്, അതിൻ്റെ മുകളിൽ കോണിൻ്റെ മിക്സർ വേണമെങ്കിൽ ഇടാം. മസാലപ്പൂരി റെഡി. കാണണം, നിങ്ങൾ തയ്യാറാക്കണം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടിംഗ് ആണ് എൻ്റെ ഓരോ വീഡിയോസും. അടുത്ത വീഡിയോ വരുന്നവരെ ഓക്കെ, താങ്ക് യു, ബൈ.